ബൈക്ക് അവിടെ വെക്കരുത്. വെച്ചതേ ബോർഡ് കണ്ടൂടെ? പിന്നെ എവിടെ വെക്കണം? പിന്നെ എവിടെ വെക്കണം? ദേ അങ്ങോട്ട് മാറ്റി വെക്കേ. ഓക്കെ മാം, കേറ്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ശരിയാ, പക്ഷേ നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വായ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ. വാ തുറന്ന് എന്താ മൊഴിയാൻ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇനി വാ തുറക്കുന്നതിന് മുമ്പ് റോയിച്ചിനോട് പറയാം. ആയിക്കോട്ടെ, ഏതായാലും ഇപ്പം വേണ്ട. ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് പോവാണല്ലോ. ഇത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്നറിയാം. നന്നായി, റോയിച്ചൻ പറഞ്ഞ ഏതായാലും നന്നായി. ആണോ? എനിക്കറിയാം. നീ വരുന്നില്ലേ? അവിടെ വെറുതെ പോറാ, ഞാനിവിടെ നിന്നോളാം. ശരി. കോഫി ഷോപ്പിൽ ബിസിനസ്സൊക്കെ നിർത്തി റോഡിലേക്ക് ഇറങ്ങണം. എത്ര വെറൈറ്റി പാറ്റേണിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലുകളാണ്. നട്ടുച്ച നേരത്തും ചിക്കുകളുടെ തിരക്ക. കർത്താവേ, ക്യാമറ കയ്യില്ലാതെ പോയല്ലോ. ഛേ, ആരാത്? ഹായ് പാറു. ഹായ്. പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന? പനിയാണ്, അറിഞ്ഞില്ലേ? അകത്തേക്ക് വരാമോ? സോറി, ഇവിടെ ആരുമില്ല. പാറു ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. പാറു, അല്ലേ തന്നെ മനുഷ്യന് വയ്യാതിരിക്കുമ്പോഴാ പ്രേമം മണ്ണാങ്കട്ടെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാര് കയറി വരുന്നത്. ശല്യം. അയ്യോ. ആ വഴി വന്നതാ. പക്ഷെ നല്ല പയ്യനാ. പക്ഷെ എന്റെ അമ്മ വിളിച്ചോണ്ട് പറഞ്ഞു തനിക്ക് എന്നെ കരുന്ന് കഴിക്കാൻ ഒരു താല്പര്യമില്ല. എല്ലാം ഓവറാണ് അവന്. ഓവർ പവർ, ഓവർ ചിരി, ഓവർ പൊളൈറ്റ്നെസ്, ഓവർ ഹംബിൾനെസ്. അമ്മക്ക് ഇഷ്ടമായി. പിന്നെന്താ? അകത്തേക്ക് വരാമോ? പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് പാറുവിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. പാറു എന്നെ ആട്ടിപ്പാച്ചാലും ആ അമ്മയുടെ മോളെ എങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? സോറി, പ്ലീസ് കം. താങ്ക് യു. ഇപ്പോ പനി എങ്ങനെയുണ്ട്? കുറച്ചൊന്ന് കുറഞ്ഞതാ, പെട്ടെന്നൊന്ന് വോമിറ്റ് ചെയ്തു. ഓ, എന്തായാലും ഞാൻ അത്യാവശ്യം ടാബ്ലറ്റ്സ് ഒക്കെ കരുതിയിട്ടുണ്ട്. പിന്നെ ഇതിത്തിരി കഞ്ഞിയാ, നല്ല പയറുതോരനും ചുട്ട പപ്പടം ഉണ്ട്. ഇതൊക്കെ എങ്ങനെ? പാറു വിചാരിക്കുന്നല്ല, ഒരു വലിയ കമ്പനിയുടെ CEO ഞാൻ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നല്ലേ? പേടിക്കണ്ട, ഇതെല്ലാം മമ്മിയുടെ പ്രിപ്പറേഷനാ. ഏതായാലും ഞാനല്ല, ധൈര്യമായിട്ട് കഴിക്കാം. താങ്ക് ഗോഡ്. അയ്യോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പാറു ഇങ്ങോട്ടിരുന്നേ. ഇതെല്ലാം കഴിപ്പിച്ച് മരുന്നും കൊടുത്തിട്ടേ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അമ്മയുടെ ഓർഡർ, കേട്ടോ? ഫ്രീ ആവുമ്പോ വിളിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. വണ്ടി എടുത്ത് മാറ്റിടോ. പേടിച്ചു പോയല്ലോ.
അല്ല എല്ലാ ദിവസവും ഇവിടെയാണോ ഡ്യൂട്ടി? മിക്കപ്പോഴും. ഓ റോയിച്ചൻ. ആ ആ ശരി. പൊക്കോ, ഞാൻ വിളിക്കാം. പോട്ടെ. സാറ് പോരുന്നില്ലേ? പോവാ.